Welcome to my channel Study with me PCMB. Energy of a system of charges എന്നൊരു ലോങ് ഡെറിവേഷന് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിൽ കുറേ ചാർജസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡെറിവേഷൻ്റെ മെത്തേഡ് വെച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ മിക്കവാറും ഉള്ള ഡെറിവേഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് 3 ചാർജസ് ആയിരിക്കും, Q1, Q2, Q3. അത് തമ്മിലുള്ള ഡിസ്റ്റൻസും എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ഒരു കേസിൽ നമുക്ക് ഫോർമുല അറിയാം. യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R12 പ്ലസ് Q2 Q3 ബൈ R23 പ്ലസ് Q1 Q3 ബൈ R13. ഇതാണ് നമ്മുടെ ഡെറിവേഷനിൽ കോമൺ ഡെറിവേഷനിൽ 3 ചാർജസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഇക്വേഷനാണിത്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു കേസ് എടുക്കുകയാണ്, 4 ചാർജസ്. ആ ചാർജസ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കേസിൽ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് എത്ര ടേംസ് വരാൻ ഒരു ഉദ്ദേശിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു 10 ചാർജൊക്കെ തരുവാണെങ്കിൽ അങ്ങനെ ആ ഡെറിവേഷൻ്റെ മെത്തേഡ് വെച്ച് ചെയ്യാൻ പാടായിരിക്കും, കുറേ സമയം പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം മാത്സിൽ പഠിച്ച ഒരു ഫോർമുലയാണ്. NCR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ഈ കേസാണ് എടുത്തിരിക്കുന്നത്, 4 ചാർജസിൻ്റെ. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഡെറിവേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ചാർജസ് കമ്പയർ ചെയ്യുന്നത് പെയർ രീതിയിലായിരിക്കും, പെയർ വൈസ് ആയിരിക്കും നോക്കാറ്. ഈ Q നിന്ന് 3ലേക്ക് വരുന്നതും Q1 നിന്ന് Q3ലേക്ക് വരുന്നത്, Q1 നിന്ന് Q2ലേക്കുള്ളത്, അങ്ങനെയായിരിക്കും. Q1 Q2 ഇതൊരു പെയറും ഇതൊരു പെയർ ഇതൊരു പെയർ, അങ്ങനെയായിരിക്കും. പിന്നെ ഈ ഒരു കേസിൽ Q1 Q2 അതൊരു പെയർ, അതാണ് ഈ ലൈനായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ Q1 Q4 അതൊരു പെയർ, Q4 Q3 അതൊരു പെയർ, Q2 Q3 അതൊരു പെയർ, അങ്ങനെയായിരിക്കും വരാം. അപ്പോൾ നമുക്ക് ഈ കേസിൽ R എൻ്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും, കാരണം നമ്മൾ പെയർ ആയിട്ടാണ് ചാർജസിനെ എടുക്കുക. ഒരു ചാർജിൽ നിന്ന് മറ്റേ അതിൻ്റെ പെയർ ആയിട്ടുള്ള ചാർജ് എന്ത് വർക്കായിരിക്കും കൊടുക്കുന്നത്, വർക്ക് ഡൺ ആയിരിക്കും ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണല്ലോ, അങ്ങനെ. പിന്നെ N എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ചാർജസ് ഉണ്ട്, നമ്പർ ഓഫ് ചാർജസ് ആണ് ഇവിടെ നമ്മൾ N ആയിട്ട് എടുക്കുക. അപ്പം ഈ ഫോർമുലയ്ക്കകത്തോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 4C2 ഈക്വൽ ടു 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ R ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1. പിന്നെ N മൈനസ് R ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ N 4 ആണ്, R 2 ആണ്. അപ്പോൾ 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ. നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. ഇത് ഈ ടേംസ് കംപ്ലീറ്റ് ആയിട്ട് പോവും. ഈ 2 കൊണ്ട് ഈ 4നെ ക്യാൻസൽ ചെയ്യാം, അപ്പോൾ 2 കിട്ടും. 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ഈ 6 ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഇക്വേഷനിൽ ഉള്ള ബ്രാക്കറ്റിൽ എത്ര ടേംസ് വരുന്നുള്ളതാണ്. ആ നേരത്തെ കാണിച്ച ആ 4 ചാർജസിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. Q1 Q2 Q3 Q4. ഈ Q1ന് Q2ലേക്ക് ഒരു അട്രാക്ഷൻ കാണും, ഒരു വർക്ക് ഡൺ കാണും, അതിൽ ഒരു പെയർ. പിന്നെ Q2ന് Q3ലേക്ക്, Q3ന് Q4ലേക്ക്, Q4ന് Q1ലേക്ക്. പിന്നെ ഇത് തമ്മിൽ കാണും, ഇത് തമ്മിൽ കാണും, ഡയഗണൽ വൈസ് ആണ്. പിന്നെ ഇതിൻ്റെ ലെന്ത് Q1 Q2 ആയതുകൊണ്ട് R1 R2, Q2 Q3 എന്ന പൊസിഷനിലായതുകൊണ്ട് R23, Q3 Q4 എന്ന പൊസിഷനിലായതുകൊണ്ട് R34, Q4 Q1 എന്ന പൊസിഷനിലായതുകൊണ്ട് R41. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ Q2 Q4 എന്ന പൊസിഷനിലായതുകൊണ്ട് R24. പിന്നെ Q1 Q3 എന്ന പൊസിഷനിലായതുകൊണ്ട് R13. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ആ ഫോർമുല വെച്ച് പറഞ്ഞു 6 ചെയ്തപ്പോൾ 6 ആണ് ആൻസർ കിട്ടിയത്. അപ്പം ബ്രാക്കറ്റിനകത്ത് 6 ടേംസ് കാണും. അപ്പം 4 ചാർജസ് വരുമ്പോഴത്തേക്ക്
u equal to 1/4 pi epsilon naught into q1 q2 by r12 plus q2 q3 by r23 plus q3 q4 by r34 plus q4 q1 by r41 plus q1 q3 by r13 plus q2 q4 by r24 എന്നൊരു ഫോമിലായിരിക്കും വരിക. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇവിടെ 1 2 ക്യൂവിൻ്റെ സഫിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് 1 2 ആണ്. അതുപോലെ തന്നെ ആ സെയിം തന്നെ ആയിരിക്കും ആറിൻ്റെ രീതിയിൽ വരിക 1 2. ഇവിടെ 2 3 ആകുമ്പോൾ ഇതും 2 3 3 4 ആകുമ്പോൾ 3 4. അങ്ങനെ ഒരു രീതിയിൽ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാം പറ്റും. വെക്റ്റർ ഫോമിൽ ഡയറക്ഷനായിട്ട് വരികയാണെങ്കിൽ ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആൻസർ തന്നെ തെറ്റിപ്പോവും. ഇതിത്രയേ ഉള്ളൂ. നമുക്ക് എത്ര ചാർജസ് തരാമെന്ന് വെച്ചാൽ ആ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്നും ആറും തമ്മിൽ മാറിപ്പോകരുത്. ആർ എപ്പോഴും 2 തന്നെ ആയിരിക്കും. കാരണം ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ നമ്മൾ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആറ് എപ്പോഴും 2 ആയിരിക്കും. എൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര ചാർജസ് എടുക്കുകയാണ്. അപ്പോൾ 10 ചാർജ് ഉണ്ടെങ്കിൽ എന്നിൻ്റെ 10 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫോർമുല വെച്ച് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്യുക. ഇത് ആ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേംസിൻ്റെ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ 6 വന്നപ്പോഴാണ് നമുക്ക് നേരത്തെ ബ്രാക്കറ്റിനകത്ത് 6 ടേംസ് വന്നത്. 1 2 3 4 5 6 അങ്ങനെ 6 ടേംസ് ആയിരിക്കും ബ്രാക്കറ്റിനകത്ത് വരിക. പിന്നെ 1/4 pi epsilon naught എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അത് ചേഞ്ച് ആവില്ല. ബ്രാക്കറ്റിനകത്ത് എത്ര ടേംസ് വരുന്നതെന്ന് നോക്കാനാണ് ആ ഒരു ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ആ നോട്ട്ബുക്കിൽ കാണിച്ച ഡയഗ്രം തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ വരയ്ക്കുക. ഇത് Q1, ഇവിടെ Q2, Q2ന് താഴേക്കൊരു പോയിൻറ്റ്, അത് Q3, അവിടെ നിന്നൊരു പെയർ പോവും, അത് Q4, Q4ന് മേളിൽ Q1ലേക്ക് പോവും. പിന്നെ ഇത് തമ്മിൽ Q1ഉം Q3യും തമ്മിലൊരു പെയറിങ് കാണും. Q4നും Q2യിലേക്ക് ഒരു പെയറിങ് കാണും. ഇങ്ങനെ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ Q1ഉം Q2 എന്ന രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ ആറും ഈ സെയിം സഫിക്സ് ആയിരിക്കും, ഈ സെയിം ഓർഡറിലായിരിക്കും 1 2. ഇവിടെ തന്നെ 6 1 2 6 2 3 അതുപോലെ ആയിരിക്കും വരിക. ഇപ്പം Q3 Q4 ആയിരുന്നെങ്കിൽ R34 എന്ന രീതിയിലായിരിക്കും വരിക. പിന്നെ ഇക്വേഷൻ ഇതാണ്. CNR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ബ്രാക്കറ്റിനകത്ത് എത്ര നമ്പേഴ്സ് എത്ര ടേംസ് വരാം എന്ന് കാണിക്കുന്നത്. ഇത്ര ടേംസ് ആയിരിക്കും അതിനകത്ത് വരണ്ടേ. പിന്നെ 1/4 pi epsilon naught എപ്പോഴും കാണും. ഇതാണല്ലോ നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാം. പിന്നെ ഇത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് ചിലപ്പോൾ ഡൗട്ട് വരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ Q1 ഇൻറ്റു Q2 ബൈ R12 ഇതിങ്ങനെ വരുമോ, അതോ Q1 Q2 ബൈ R21 ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പൊസിഷനുകളിൽ അത്ര കുഴപ്പമില്ല, എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഡയഗണൽ വൈസ് വരുമ്പോൾ എഴുതുമ്പോൾ എങ്ങനെ വേണമെന്ന് ഡൗട്ട് വരാം. അതായത് R31 എന്ന് എഴുതണോ R13 എന്ന് എഴുതണമെന്ന്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മോസ്റ്റ്ലി മിക്കവാറും ഉള്ള കേസ് ഡയഗണലിൽ വരുമ്പോൾ എഴുതുമ്പോൾ എപ്പോഴും സ്മോളർ നമ്പർ ആയിരിക്കും എഴുതുക. അതായത് ഇപ്പോൾ Q1ഉം Q3യും എടുക്കുക. ഇത് ഇങ്ങനെ പെയറാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ Q1 Q3 ബൈ R13 നേരത്തെ എഴുതിയ ആ നോട്ട്ബുക്കിൽ ഇക്വേഷൻ വെച്ച് നോക്കാം. കാരണം 1 3യേക്കാൾ സ്മോളറാണ്, സ്മോളർ നമ്പർ ആയിരിക്കും ആദ്യം എഴുതുക. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത ഡയഗണൽ
രീതി നോക്കുമ്പോഴത്തേക്കും Q2ഉം Q4ഉമാണ്. അപ്പോൾ എഴുതുമ്പോൾ Q2 Q4/R24 എന്ന രീതിയിലായിരിക്കും എഴുതുക. അല്ലാതെ Q2 Q4/R42 എന്ന് ആയിരിക്കില്ല. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ആദ്യം നമ്മൾ ഇക്വേഷൻ നോക്കുക, എത്ര ചാർജസാണ് തന്നിട്ടുള്ളത്, പിന്നെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഫാക്ടോറിയലിൻ്റെ ഇക്വേഷൻ നോക്കുക, എന്നിട്ട് എങ്ങനെയൊക്കെയാണ് പെയർ വരിക നോക്കുക, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത് നോക്കുക, പിന്നെ 1/4πε ഇടാൻ മറക്കരുത്. ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. താങ്ക് യു.